ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പാവക്ക കൊണ്ടുള്ള ഒരു കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അധികം ആൾക്കാർക്കും ഈ പാവക്ക ഇഷ്ടമല്ല, പക്ഷേ ഇങ്ങനെ കറി വെച്ചാൽ ആർക്കും ഇഷ്ടപ്പെടും. അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവ ചേർത്ത് പൊട്ടിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് ചെറുതായി വാടിയതിനു ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് നെടുകെ കീറിയതും 5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എന്നിവയും ചേർത്ത് ഒന്നുകൂടി വഴറ്റി കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തതിന് ശേഷം നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച കൈപ്പക്ക ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഈ പാവക്കയ്ക്ക് കൈപ്പക്ക എന്നാണ് പറയാറ്, അതാണ് അങ്ങനെ പറഞ്ഞത്. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി മുറിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഒന്ന് ഫ്ലെയിം കുറച്ചതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് ഇവയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 50 ഗ്രാം പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചധികം പുളി വേണം ഇതിന്. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ചത് വേവിക്കാനായിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് തേങ്ങ വറുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായതിനു ശേഷം ഒരു മുറി തേങ്ങ ചിരവിയത് ചേർത്ത് വറുത്തെടുക്കാം. ഇവിടെ തേങ്ങ 1/4 ഭാഗം വറവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് ഒന്നുകൂടി വറുത്തെടുക്കാം. തേങ്ങ ഒന്ന് തണുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. തേങ്ങ നന്നായി അരിഞ്ഞിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. പാകത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഈ കറി ഒന്ന് ചെറുതായി തിളച്ചതിന് ശേഷം ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് തീ ഓഫ് ചെയ്യാം. ഇനി ഈ കറിയിലേക്ക് കടുകും ഉണക്കമുളകും കൂടി ചേർത്ത് താളിച്ചൊഴിക്കാം. നമ്മുടെ പാവക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.